ഒന്ന് മനസ്സുവെച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തും നടക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഡൽഹി. 2013 അഴിമതിക്കെതിരെ ചൂലെടുത്ത് ഡൽഹി പിടിച്ചെടുത്ത അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മിയെയും ഡൽഹി കെട്ടുകെട്ടിച്ചു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയ വൻമരങ്ങളെ വീഴ്ത്തിയാണ് BJP 27 വർഷത്തിനു ശേഷം അധികാരം പിടിച്ചെടുത്തത്. ചെറിയ സമയം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചുവെന്നത് വസ്തുതയാണ്. എന്നാൽ 4ാം തവണയും ഭരണമെന്ന സ്വപ്നം ആം ആദ്മിക്ക് നടക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഈ തിരിച്ചടിയിൽ നിന്ന് ആം ആദ്മി എങ്ങനെ കരകയറും? അഴിമതിക്കെതിരെ ചൂലെടുത്ത ആം ആദ്മിക്ക് വിനയായതും അഴിമതി തന്നെയാണോ? നോക്കാം വിശദമായി. 2013 തുടക്കത്തോടെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ടത്. അന്ന് കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഇത് ആരാടാ എന്ന ഭാവമായിരുന്നു. എന്നാൽ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 വർഷത്തെ ഷീലാ ദീക്ഷിതിന്റെ ഭരണം അവസാനിപ്പിക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുപഠിക്കണമെന്ന നിലയിലേക്കായി കാര്യങ്ങൾ. ഓരോ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പാലിച്ച് അദ്ദേഹം ഉത്തമ രാഷ്ട്രീയ നേതാവായി മാറി. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആം ആദ്മി മോഡൽ നടപ്പാക്കാൻ കഴിഞ്ഞു. 2017 പഞ്ചാബിൽ അരങ്ങേറ്റം കുറിച്ച കെജ്രിവാളും സംഘവും 2022 ഭരണവും കൈയടക്കി. ഇത്തവണ ആം ആദ്മി കോൺഗ്രസ് BJP ത്രികോണ പോരാട്ടമായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചത്. മധ്യവർഗത്തിന് ഏറ്റവും വലിയ സ്വാധീനമുള്ള ഡൽഹിയിൽ മിക്ക വിഷയങ്ങളും ചർച്ചയായി. സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഓരോ പാർട്ടിയും മുന്നിലായിരുന്നു. എന്നാൽ 4ാം തവണയും ചൂലെടുക്കാൻ ഡൽഹിയിലെ വോട്ടർമാർ തയ്യാറായില്ല. അഴിമതിക്കെതിരെ നിലകൊണ്ട ആം ആദ്മിയുടെ മേൽ അഴിമതിക്കറ പുരണ്ടതായിരുന്നു അതിൽ പ്രധാന കാരണം. 2021 മദ്യനയം നടപ്പാക്കിയതോടെയാണ് ആപ്പിന്റെ കഷ്ടകാലം ആരംഭിച്ചത്. മദ്യ അഴിമതി കേസിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അഴിക്കുള്ളിലായി. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കെട്ടുകഥയാണെന്ന് ആം ആദ്മി ന്യായീകരിക്കുമ്പോഴും എന്തോ സത്യമുണ്ടെന്ന പ്രതീതി ജനങ്ങൾക്കിടയിലുണ്ടായി. തങ്ങൾ നിരപരാധികളാണെന്ന വിശദീകരണത്തിൽ വോട്ടർമാർ ഒട്ടും തൃപ്തരായിരുന്നില്ല. മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. എന്നാൽ മടങ്ങിയെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി കസേര അതീഷിക്ക് നൽകി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കമെങ്കിലും ജനങ്ങൾ വീണ്ടും ആം ആദ്മിയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വ്യാജ വാഗ്ദാനങ്ങളും അഴിമതിയുമാണ് ആം ആദ്മിയുടെ മുഖമുദ്രയെന്ന BJPയുടെ പ്രചാരണവും ഈ സമയത്ത് കത്തിനിന്നത് അരവിന്ദിനും സംഘത്തിനും മറ്റൊരു തിരിച്ചടിയായി. ആം ആദ്മിയുടെ വാഗ്ദാനങ്ങൾ BJP അതേപടി കോപ്പിയടിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിരോധിച്ചുവെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യമുന നദിക്കും കൃത്യമായ റോളുണ്ടായി. യമുനയിലെ മാലിന്യം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ BJPക്ക് സാധിച്ചു. എന്നാൽ ഈ ആരോപണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ ആം ആദ്മിക്ക് കഴിഞ്ഞില്ല. ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്ന കെജ്രിവാളിന്റെ പരാമർശം കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അമോണിയത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണമെങ്കിലും അത് തിരിച്ചടിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും കരുതിയെങ്കിലും കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ആദ്യത്തെ 2 തവണ ഡൽഹി ഭരിച്ച ആം ആദ്മിയെ ആയിരുന്നില്ല ജനങ്ങൾ 3ാം തവണ കണ്ടത്. ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും കൃത്യമായി പാലിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല. വായു നിലവാരം അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഡൽഹിക്കാരെ അലട്ടിയ ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല എന്നത് വസ്തുതയാണ്. എല്ലാ കാര്യത്തിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കൈയൊഴിയുന്ന രീതിയും ആം ആദ്മിക്ക് വിനയായി. സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി എന്ന ടാഗ് ലൈനാണ് കെജ്രിവാളിന് ജനമാധ്യം മുതലേ നൽകിയത്. എന്നാൽ ഔദ്യോഗിക വസതി കോടികൾ മുടക്കി മോടി പിടിപ്പിക്കാൻ ആരംഭിച്ചതോടെ ആ ടാഗ് ലൈൻ ജനങ്ങൾക്ക് മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടി വന്നു. മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട CIG റിപ്പോർട്ട് കൂടെ വന്നതോടെ BJPക്ക് കാര്യങ്ങൾ എളുപ്പമായി. വസതിയിലെ ആഡംബര സൗകര്യങ്ങൾ സംബന്ധിച്ചും ചർച്ച ഉയർന്നതോടെ ജനങ്ങൾ കെജ്രിവാളിനെ വിലയിരുത്താൻ ആരംഭിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ ആം ആദ്മിയുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടു തന്നെയാണ് അറിയേണ്ടത്.